പാവപ്പെട്ടവരെ ചോദ്യത്തിൽ മണ്ണ് വാരിയിടണ്ട. ഇതുള്ളതുകൊണ്ട് ഇത്രയും പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നിർത്താൻ പാടില്ല. ഇതിൽ പാവത്തങ്ങളും ഉണ്ട്, കാശുള്ളവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരിക്കലും നിർത്തരുത്. ഇത് നല്ലതായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അയ്യോ, ഒരിക്കലും നിർത്തല്ലോ. ഇതുള്ളതുകൊണ്ട് ഇത്രയും പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരു സന്തോഷം. നിർത്തരുത്. സുധാരേട്ടന് MLA എന്നോട് പറയുന്നു, പാവപ്പെട്ടവരെ ചോദ്യത്തിൽ മണ്ണ് വാരിയിടണ്ട. തയ്യിൽ കടപ്പുറക്കാരിയായ സ്വദേശിയായ പത്മജ പറയുന്നതാണ്. ഇവിടെ രാഷ്ട്രീയമില്ല. അവരെ DYFI കൊടി വെച്ചിരുന്നു വിചാരിച്ചിട്ട് അവരെ പാർട്ടിക്കാർ ചോറ് കൊടുക്കുന്നെന്ന് മന്ത്രിക്ക് തോന്നണ്ട. അവരെല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നുണ്ടെന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ആ കൊടിയിലേക്ക് അവര് വിലയിരുത്തണ്ട. DYFIക്കാര് ഒരിക്കലും തളരൂല. അവര് മുന്നോട്ട് തന്നെ പോകും. എലിനെ കണ്ടിട്ട് ഇല്ലം ചുടൂല. മന്ത്രിയുടെ പ്രസ്താവന മന്ത്രിന്റെ കസാരയിൽ മന്ത്രിക്ക് ഇരിക്കുമ്പോ താഴ്ന്നവരത് മന്ത്രിക്ക് തോന്നൂല. ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇതിപ്പം പാവത്തുങ്ങൾക്ക് കൊടുക്കുന്നത് കൊടുപ്പ് നിർത്തുവാന്നോ? നിർത്തുവാന്നേ നിർത്ത്. നിർത്താൻ പാടില്ല. ഇതിൽ പാവത്തങ്ങളും ഉണ്ട്, കാശുള്ളവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരാൾ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മളിവിടെ വന്ന് ഞങ്ങൾ കൊല്ലക്കാരാ, കൊല്ലത്തുനിന്ന് ഇവിടെ വന്ന് കിടക്കുന്നത്. നമുക്ക് ആരും ഒരു തുള്ളി വെള്ളം കൊണ്ട് തരാൻ ആരുമില്ല. അപ്പം നമുക്ക് ഇതാ ആശ്രയം. പിന്നെ രാവിലെ അവിടെ കഞ്ഞി കൊടുക്കും. ഇതൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയം. പിന്നെ തരാനില്ലാത്തോളം നമ്മളിങ്ങനെ വരിയായിട്ട് നിന്ന് മേടിച്ചുകൊണ്ട് പോകും. എത്രയോ പേർക്ക് വിശന്ന് ഒരു നേരത്തെ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഏർപ്പാടാണ് ഇത്. ഒരു കാരണവശാലും നിർത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നേരത്തെ ആഹാരത്തിന് 100 രൂപ എടുക്കുക, ഇല്ലാത്തവർ കിടന്ന് വിലയുന്ന കാലമല്ലേ ഇത്. ഒരിക്കലും ഇത് നിർത്തല്ലെന്നാണ് ഞാൻ പറയുന്നത്. ആരായാലും മറ്റവരായാലും ശരി തന്നെ ഇത് ആഹാരം കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഒരിക്കലും നിർത്തരുത്. ഇത് നല്ലതായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എത്രയോ പേര് ക്യൂ അങ്ങ് വരെ കിടക്കുക ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്. Thank you.